എല്ലാവർക്കും ഞങ്ങളുടെ പോണ്ടിച്ചേരി വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് ഡേ 1 ആണ്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. പോകുന്നത് നൈസ് റോഡ് വഴി ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഷെൽ പെട്രോൾ ബങ്കിൽ നിന്ന് ചെറുതായിട്ട് കഴിച്ചിരുന്നു. കാരണം ഈ വഴി നമുക്ക് ഷോപ്സ് ഒന്നും കാണില്ല, കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഇതൊരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ഇരുന്നൊരു ട്രിപ്പാണ്. പോണ്ടിച്ചേരിക്ക് പോകണമെന്ന് മാത്രമല്ല, കുറച്ച് ദിവസം ഞങ്ങൾക്ക് ലീവ് കിട്ടിയതിൻ്റെ 2-3 ദിവസം ജോബിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ 3 പേരും. ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ്. കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം, കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങി. ഒരു 11 മണി ടൈമാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് കിട്ടിയത്. അവിടെ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഒരുപാട് ദൂരം പോകാനുണ്ട്. ഞങ്ങൾ പോണ്ടിച്ചേരി അടുക്കാറായി. ഇവിടെയാണ് ജിഞ്ചി ഫോർട്ട്. ഇവിടെ നിന്നൊരു 5 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ കാണുന്ന പ്രദേശത്ത് നിന്നും 5 കിലോമീറ്ററേ ഉള്ളൂ. അതിൻ്റെ സെഞ്ചി ഫോർട്ട് എന്നും അത് അറിയപ്പെടുന്നുണ്ട്. സോ വൺ ഓഫ് ദ സർവൈവിങ് ഫോർട്ട്സ് ഇൻ തമിഴ്നാട് ആണ് ജിഞ്ചി ഫോർട്ട്. അത് വില്ലുപുരം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, ഞങ്ങൾക്ക് പോണ്ടിച്ചേരി ചെന്നിട്ട് ഞങ്ങൾക്ക് സ്റ്റേ കണ്ടുപിടിക്കണമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് താമസിക്കുന്നതിന് മുമ്പ് എത്തേണ്ടത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പക്ഷേ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്നൊരു സ്ഥലമാണ് ജിഞ്ചി ഫോർട്ട്. വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിച്ചു. ഇതാണ് അദ്ദേഹം. ഈ ഹോം സ്റ്റേയിലാണ് അടുത്ത 2 ദിവസത്തേക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. വീക്ക് ഡേയിൽ വന്നതുകൊണ്ട് അധികം ആളുകളില്ലാതിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് തപ്പി നടക്കാതെ തന്നെ ഹോം സ്റ്റേ കിട്ടി. പ്രൊമനേഡ് ബീച്ചിലേക്ക് നടക്കാവുന്ന ദൂരേ ഉള്ളൂ. നില എന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര്. വൈറ്റ് ടൗൺ ലൊക്കാലിറ്റിയിലുള്ള മെയ് കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഭക്ഷണത്തിന് ശേഷം നേരെ മറൈൻ ബീച്ചിലെത്തി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇരുട്ടി തുടങ്ങിയിരുന്നു. ആ കാണുന്ന ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ്. പിന്നെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ഫുഡ് സ്ട്രീറ്റ് ആണ്. ഇതുപോലത്തെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. മാത്രമല്ല ഇരിപ്പിടങ്ങളുമുണ്ട്. എല്ലാവർക്കും ഒരു നൈറ്റ് ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്. അവിടുത്തെ പ്രദേശവാസികൾക്കും പിന്നെ മാത്രമല്ല ടൂറിസ്റ്റുകൾക്കും. തിരിച്ച് വൈറ്റ് ടൗണിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ഫ്രഞ്ച് കഫേയിൽ പോകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനൊരു കഫേ തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രൊമനൈഡ് ബീച്ചിലെ രാത്രികാല കാഴ്ചകൾ. ഇവിടെ ഈ കാണുന്ന മിക്കവരും രാത്രിയിൽ നടക്കാൻ വന്നവരാണ്. കൂടുതലും പ്രദേശവാസികളാണ്.
ബീച്ചിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് ഇവിടെ. സോ ആദ്യം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഗേറ്റിനുള്ളിൽ വരണം. പിന്നെ ഇവിടുന്ന് വീണ്ടും ഒരു ടിക്കറ്റ് എടുക്കണം. ഇത് ബോട്ട് സർവീസിന് വേണ്ടിയുള്ള ടിക്കറ്റാണ്. ഇതാ അവിടെ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ഇവിടെ വളരെയധികം ഹ്യൂമിഡിറ്റിയും ചൂടുമാണ്. അതുകൊണ്ട് കുട കരുതുന്നത് വളരെയധികം നല്ലതായിരിക്കും. മാത്രമല്ല ഷൂസ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചെരുപ്പിൽ മണൽ കയറിയിട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. മാത്രമല്ല മണലിലും ഭയങ്കര ചൂടാണ്. വെള്ളവും കൂടെ കരുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ കരിക്കും വെള്ളവും കിട്ടുമെങ്കിലും അതൊക്കെ തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് യാത്രക്കാരെത്തിയാൽ. ഇതൊരു ഐലൻഡ് പോലെയാണ്. അതുകൊണ്ട് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ബോട്ട് സർവീസ് യൂസ് ചെയ്യേണ്ടി വരും. ഇതൊരു ഐലൻഡാണ്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കുറച്ച് ഹോട്ടൽസും ഷോപ്പുകളും ഉണ്ട്. നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിലും അല്ലെങ്കിൽ വെള്ളം വാങ്ങണമെങ്കിലും ഒക്കെയുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. തിരികെ പോകാറാകുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണോ വന്നിറങ്ങിയത് അങ്ങോട്ട് തന്നെ ചെന്നാൽ മതി. ഏതെങ്കിലും ഒരു ബോട്ട് ഇവിടെ കാണും. സോ വന്നിരിക്കുന്ന ബോട്ടിൽ കയറി തിരികെ നമുക്ക് പോകാവുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം എടുത്തേക്കുന്ന ടിക്കറ്റ് തന്നെയാണ് അപ്പ് ആൻഡ് ഡൗൺ സർവീസിനുള്ളത്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് പോണ്ടിച്ചേരിയിൽ. ഇപ്പോൾ രാവിലെ തന്നെ ഒരു ചെറിയ വാക്കിന് ഇറങ്ങിയതാണ്. ഇവിടെ ഒരുപാട് പേര് രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി വരും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ എണീറ്റപ്പോഴത്തേക്ക് ഇത്തിരി താമസിച്ചു പോയി. അപ്പോൾ വിചാരിച്ചു ശരി നമുക്കൊരു വാക്കിന് പോകാം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പ്ലാൻസ് നോക്കാമെന്ന്. ഇത് പോണ്ടിച്ചേരി മ്യൂസിയം. രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ മൺഡേകളിലും പബ്ലിക് ഹോളിഡേയ്സിൽ ഇത് തുറക്കില്ല. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. അകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അനുവദിക്കത്തില്ല. നമുക്കിതാ ഇത്രയും ഈ പുറത്തുള്ളത് മാത്രമേ ചിത്രീകരിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അകത്ത് ഒരുപാട് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വസ്തുക്കളുണ്ട്. ചരിത്രം ഇഷ്ടമുള്ളവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസാണ് പോണ്ടിച്ചേരിയിലെ ഈ മ്യൂസിയം. ഫോട്ടോയ്ക്ക് പറ്റിയ ഒരുപാട് നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് ഇതുപോലത്തെ ഇവിടെ. ഇത് ക്രാഫ്റ്റ് ബസാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിൻ്റെ തന്നെ അറേഞ്ച്മെൻ്റ് ആണ്. മ്യൂസിയത്തിൽ നിന്ന് ഒരുപാട് അകലെയല്ല, ആ പ്രദേശത്ത് തന്നെയാണ് ഈ ബസാർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഷോപ്സ് ഉണ്ട് അവിടെ. വള, മാല, ചെരുപ്പ്, അലങ്കാര വസ്തുക്കൾ അങ്ങനെ എല്ലാം തന്നെ അവൈലബിൾ ആണ്. This one 500.
ബസാറിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരാൾ മാല വിൽക്കുന്നുണ്ടായിരുന്നു. ആ പ്രദേശത്ത് വഴിയോര കച്ചവടം സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർ അവിടെ ഉണ്ടാകണമെന്നില്ല. എങ്ങനെയായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 മാലകൾ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി. ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ വന്നു. റോഡിൻ്റെ 2 സൈഡിലും താൽക്കാലികമായ ഷോപ്സ് സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ് ഇവിടെ. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലം. എല്ലാത്തരം വസ്തുക്കളും ഉണ്ട്. കിച്ചൺ ഐറ്റംസും ഡ്രസ്സും പിന്നെ നാണയങ്ങൾ, പഴയ നാണയങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തെ എല്ലാം തന്നെയുണ്ട്. ഇത് സീക്രട്ട് ഹാർട്ട് ഓഫ് ബസേലിക്ക. 100 വർഷം പഴക്കമുള്ള ഈ പള്ളി 1907 നിർമ്മിച്ചത്. പോണ്ടിച്ചേരി ട്രിപ്പിൽ നമ്മൾ ലാസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഈ പള്ളിയുടെ ഇൻറ്റീരിയറിന് വളരെയധികം ഭംഗിയാണ്. സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസാണ് ഇതിനെ ഏറ്റവും ഭംഗിയുള്ളതാക്കുന്നതും. റൂഫിലൊക്കെ പലതരത്തിലുള്ള ഗ്ലാസസ്, പല കളറടിച്ചിട്ടുള്ള ഗ്ലാസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമ്മുടെ മുഖത്തും ശരീരത്തും പല കളറുകൾ പ്രതിഫലിക്കും. അങ്ങനത്തെ ഫോട്ടോസ് എടുക്കുന്ന ഒരുപാട് പേരെ കണ്ടു. മുഖത്ത് പല കളർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഫോട്ടോ. ഇനി തിരികെ ബാംഗ്ലൂരിലേക്ക്.